ഇറാൻ യു എസ് സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. പല പ്രസ്താവനകളും ഇറക്കി സ്വയം അപഹാസ്യനാകുന്ന ട്രംപിനെയാണ് നാം ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം വലിയ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഹോർമുസിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ യു എസ് സേനയുടെ നേതൃത്വത്തിൽ പ്രൊജക്റ്റ് ഫ്രീഡം എന്ന ഒരു പദ്ധതിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെ ട്രംപ് പ്രഖ്യാപിക്കുന്നത്. എല്ലാ വാണിജ്യ കപ്പലുകൾക്കും എസ്കോട്ട് നൽകുന്ന ഈ പ്രോജക്റ്റ് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ട്രംപിന് തന്നെ പിൻവലിക്കേണ്ടി വന്നു. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ആലോചിക്കാതെ പ്രഖ്യാപിച്ച ആ പദ്ധതി സ്വയം പിൻവലിക്കേണ്ടി വന്നു ട്രംപിന്. സൗദി അറേബ്യ കടുത്ത നിലപാട് സ്വീകരിച്ചു. സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ല. വ്യോമപാതയിൽ യു എസിന് വിലക്കേർപ്പെടുത്തി. ഈ ഘട്ടത്തിലാണ് ട്രംപ് പ്രൊജക്റ്റ് ഫ്രീഡം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചത്. പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇറാനുമായുള്ള ചർച്ചയുടെ പുരോഗതി കണക്കിലെടുത്തുകൊണ്ട് പ്രൊജക്റ്റ് ഫ്രീഡം പിൻവലിക്കുന്നുവെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ഇറാൻ സംഘർഷം ആരംഭിച്ച ശേഷം സൗദി അറേബ്യ എടുക്കുന്ന ഒരു സുപ്രധാനമായ നിലപാടാണ്. ട്രംപ് ഇപ്പോൾ പല പ്രസ്താവനകളും നിരന്തരം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പീസ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സൈനിക നടപടി ആരംഭിക്കുമെന്നും ട്രംപ് വീമ്പ് പറയുന്നുണ്ട്. ഇറാൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ രീതിയിലുള്ള അറ്റാക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സീസ് ഫയർ നിലവിലുണ്ടെന്ന് പറയുമ്പോഴും ഇത്തരം ആക്രമണങ്ങളും നടക്കുന്നുണ്ട്. സമാധാന സന്ധിയിൽ എത്താതെ ഇപ്പോഴും മേഖല സംഘർഷഭരിതമായി തുടരുകയാണ്.